പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേണ്ടി ഒരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് എന്ന വിഷയത്തിൽ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്ററും ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. സോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നന്നായിരിക്കും. ഫോക്കസ് ഏരിയയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിന് ടോട്ടൽ മാർക്സ് 60 ആണ്. അപ്പോൾ എല്ലാ വർഷവും 60 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ വർഷം നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് 120 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ തന്നെ ഫോക്കസ് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത 70 to 90 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് 60 out of 60 എല്ലാ വിഷയത്തിനും മേടിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. പിന്നെ ഫോക്കസ് ഏരിയയിൽ നിന്നും അല്ലാതെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് പഠിച്ചു പോകുന്നവർ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രൈറ്റ് അവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഈസ് എ സ്ട്രക്ചർ? ഗിവ് ഇറ്റ്സ് സിൻടാക്സ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇപ്പോൾ പലതരത്തിലുള്ള ഡാറ്റ ടൈപ്സിനെ ഒരു കോമൺ നെയിമിൻ്റെ കീഴിൽ ഒരു കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. സ്ട്രക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡാണ്. ആ കീവേഡ് വെച്ചിട്ട് നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ സ്ട്രക്ചർ ടാഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ്. ഓക്കെ, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2, അങ്ങനെ നമുക്ക് എത്ര ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് വേണമെങ്കിലും വേരിയസ് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുകയും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സിൻടാക്സ് കണ്ടിട്ട് ക്ലിയർ ആയെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു സിൻടാക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. സ്ട്രക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം 4 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻ റോൾ നമ്പർ, ഇൻ മാർക്സ്. അപ്പോൾ റോൾ നമ്പറും മാർക്സും ഇൻറ്റിജർ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. നെയിം ക്യാരക്ടർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. പെർസെൻറ്റേജ് ഫ്ലോട്ട് വെച്ച് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അപ്പം ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റുഡൻ്റ് ആണ് സ്ട്രക്ചറിൻ്റെ നെയിം എന്ന് പറഞ്ഞു. അതുപോലെ റോൾ നമ്പർ, മാർക്സ്, നെയിം, പേഴ്സൻ്റ് ആണ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് സ്ട്രക്ചറിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും താഴെയുള്ള സ്റ്റുഡൻറ്റ് എസ് ആണ് സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റഡ് ബൈ സ്ട്രക്ചർ. അപ്പം നമ്മുടെ സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. ആ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ വേരിയബിൾ ആണ് എസ്. ഓക്കെ, വാട്ട് ഈസ് എ പോയിൻ്റർ? ഗിവ് ഇറ്റ്സ് സിൻടാക്സ് ആൻഡ് എക്സാമ്പിൾ. പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഇപ്പം ആക്ച്വലി വേറൊരു വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിളാണ് പോയിൻ്റർ. എൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഡാറ്റ ടൈപ്പ് സ്പേസ് സ്റ്റാർ വേരിയബിൾ. ഈ ഒരു രീതിയിലായിരിക്കും. അപ്പം നമ്മളത് എക്സാമ്പിളായിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇൻഡ് സ്പേസ് സ്റ്റാർ PTR. ഒരു സ്റ്റാർ PTR അല്ലെങ്കിൽ സ്റ്റാർ വെച്ചിട്ട് എന്ത് വേരിയബിൾ നെയിം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പോയിൻ്ററാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു ഇൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, PTR ആണ് ഇവിടെ പോയിൻ്റർ വേരിയബിൾ. എക്സ്പ്ലെയിൻ ദ ഓപ്പറേറ്റർ സ്റ്റാർ ആൻഡ് ആംപേഴ്സൻഡ് വിത്ത് റെസ്പെക്ട് ടു എ പോയിൻ്റർ. സ്റ്റാറിനെ നമ്മൾ പറയുക വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ആക്ച്വലി പോയിൻ്റർ ഒരു വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ അതൊരു ആ പർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന വാല്യൂവിലേക്ക് ഒരു പോയിൻ്റർ പോയിൻ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാർ അഥവാ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും. ആംപേഴ്സൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ആംപേഴ്സൻഡ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്കൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ലഭിക്കും. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ നം ഈക്വൽ ടു 25 സ്റ്റാർ PTR1 ഈക്വൽ ടു അഡ്രസ് ഓഫ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ വേരിയബിൾ, PTR1 എന്ന് പറഞ്ഞ ഒരു പോയിൻ്റർ വേരിയബിൾ, PTR1 എന്ന് പറഞ്ഞ പോയിൻ്റർ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് നം എന്ന് പറഞ്ഞ ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും.
PTR1 എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആ പോയിന്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത് 1001 ആണ്. പക്ഷെ നിങ്ങളിവിടെ നോക്കുക, 1001 എന്ന് പറഞ്ഞാൽ നം എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ് ആണ്. ഓക്കെ, അപ്പോൾ പോയിന്ററിൽ എപ്പോഴും ഉണ്ടാവുക ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ മെമ്മറി അഡ്രസ്സ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഹോൾഡ് ചെയ്തേക്കുന്ന മെമ്മറി അഡ്രസ്സ് എന്താണോ അതിലേക്ക് അത് പോയിന്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ Cout സ്റ്റാർ PTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് അഡ്രസ് ഓഫ് PTR1. വാല്യൂ അറ്റ് അഡ്രസ് ഓഫ് PTR1 എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് 1001 എന്നാണ് ഉദ്ദേശിക്കുക. വാല്യൂ അറ്റ് 1001 എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ Cout സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ നമുക്ക് 25 കിട്ടും. അത് Cout നം പ്രിന്റ് ചെയ്യുന്നതിന് തുല്യമാണ്. എക്സ്പ്ലെയിൻ ദി 2 ടൈപ്സ് ഓഫ് മെമ്മറി അലൊക്കേഷൻ. ഇതും മിക്കവാറും ചോദിക്കും ഈ ചാപ്റ്ററിൽ നിന്ന്. നമുക്ക് 2 തരത്തിലുള്ള മെമ്മറി അലൊക്കേഷൻ ആണുള്ളത്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഇപ്പോൾ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് മെമ്മറിനെ അലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുക. ഇത് നമ്മൾ ഒരു വേരിയബിളിനെയൊക്കെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് സംഭവിക്കുക. ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെമ്മറി അലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുക. ഇതിനു വേണ്ടി നമ്മൾ മെമ്മറി അലൊക്കേഷൻ ഓപ്പറേറ്റർ ന്യൂ യൂസ് ചെയ്യും. എക്സ്പ്ലെയിൻ ദി ഓപ്പറേറ്റേഴ്സ് ന്യൂ ആൻഡ് ഡിലീറ്റ്. ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഡൈനാമിക് മെമ്മറി അലൊക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. സിൻടാക്സ് പോയിന്റ് വേരിയബിൾ ഈക്വൽസ് ടു ന്യൂ ഓഫ് ഡാറ്റ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ ഇൻ സ്റ്റാർ PTR ഒരു പോയിന്റ് വേരിയബിൾ, PTR ഈക്വൽസ് ടു ന്യൂ ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് ഡൈനാമിക്കലി നമ്മൾ ഒരു ഇൻറ്റിജർ വേരിയബിളിനെ നമ്മൾ മെമ്മറി അലൊക്കേഷൻ നടത്തും. ഡൈനാമിക്കലി മെമ്മറി അലൊക്കേഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻറ്റിജറിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ടാവും. ആ പ്ലേസിന് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ PTR ആയിരിക്കും. ഇപ്പോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്ത മെമ്മറീനെ ഡി അലോക്കേറ്റ് ചെയ്യാൻ, അതായത് നമ്മൾ വൺസ് മെമ്മറീനെ യൂസ് ചെയ്തിട്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഫ്രീ ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡി അലോക്കേഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് പോയിന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് PTR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡി അലോക്കേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ മെമ്മറി ലീക്ക്. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൈനാമിക് മെമ്മറി അലൊക്കേഷനിൽ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യും. അതായത് മെമ്മറി ഉപയോഗിക്കും. ആ മെമ്മറി ഉപയോഗിച്ച മെമ്മറീനെ നമ്മൾ ആ പർട്ടിക്കുലർ പ്രോഗ്രാം കഴിയുമ്പോൾ ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡി അലൊക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീ ആക്കണം. അങ്ങനെ ഫ്രീ ആക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഡൈനാമിക്കലി അലൊക്കേറ്റ് ചെയ്യുന്ന മെമ്മറി വെറുതെ ഫ്രീസ് ആയി പോകും, അല്ലെങ്കിൽ അതൊരു ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് ആയി പോകും. അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ മെമ്മറി ബ്ലോക്ക് ആയി പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മെമ്മറി ലീക്ക് ആയിക്കഴിഞ്ഞാലുള്ള സാഹചര്യം എപ്പോഴും ഡിലീറ്റ് ഓപ്പറേറ്റർ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ നമുക്ക് 100% മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, so wait for the next chapter. Thank you.